ഗൈസ്, ട്രാൻസ്ഫർ ലോകത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. 3 ഇന്ത്യൻ പ്ലേയേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന്, രോഹിത് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ബംഗളൂരു എഫ് സിയുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള താരം. അദ്ദേഹം ഒഡീഷ എഫ് സിയിലേക്കുള്ളൊരു മൂവ് നടത്തുന്നു എന്നുള്ളത് റിലയബിൾ സൈറ്റ്സിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്നൊരു കാര്യമാണ്. അപ്പം ബി എഫ് സിയിൽ കഴിഞ്ഞ സീസൺ അത്യാവശ്യം നന്നായിട്ടൊക്കെ പെർഫോം ചെയ്തതാണ്, അതിന് മുന്നത്തെ സീസൺ. പക്ഷേ ഈ സീസൺ അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്ന് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല. നാഷണൽ ടീമിൽ നിന്ന് ഒക്കെ ഇപ്പം സ്ഥിരമായിട്ട് കളിച്ചു വന്നിരുന്ന പ്ലെയറാണ്. ഇപ്പം അതും കോളപ്പൊന്നും കിട്ടുന്നില്ല. ഈ സീസൺ കുറച്ച് ഡൗൺ ആയിട്ട് തന്നെ നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. ബട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ പറഞ്ഞാൽ 27 ആയിട്ടുള്ളൂ ഏജ്. ഇപ്പോൾ 2025 വരെ കോൺട്രാക്ട് ആയിരുന്ന പ്ലെയർ ഒരു കോൺട്രാക്ട് ടെർമിനേഷൻ ബി എഫ് സിയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഒഡീഷ എഫ് സിയിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ ഒഡീഷ എഫ് സിയിലേക്ക് പോകുന്നൊരു സമയത്ത് അവിടെ റബല്ലോ ആയിരുന്നു ഉണ്ടായിരുന്നത്, ആ ഒരു പൊസിഷനിൽ കളിക്കുന്നത്. അദ്ദേഹം പഞ്ചാബ് എഫ് സിയിലേക്കുള്ളൊരു മൂവ് നടത്തി കഴിഞ്ഞു. അപ്പം ലൊബേറ എന്ന് പറയുന്ന ഒരു കോച്ചിനോടൊപ്പം അല്ലെങ്കിൽ ജാഹു എന്ന് പറയുന്നൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അദ്ദേഹത്തിനോടൊപ്പം എങ്ങനെ അദ്ദേഹം വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കണ്ടറിയാം. കാരണം എപ്പോഴും ആ ഒരു ജാഹുവിനോടൊപ്പം കളിക്കുന്ന പ്ലേയേഴ്സ് നല്ല പാസർമാരായിരിക്കും. അപ്പോൾ ആ ഒരു ലെവലിൽ അദ്ദേഹം എങ്ങനെ കളിക്കും എന്നുള്ളത് ഉറപ്പായിട്ട് നോക്കി കാണുന്നൊരു കാര്യമാണ്. അതുപോലെ മറ്റൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് ജിതേഷ് സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ചെന്നൈയിൻ എഫ് സിയുടെ യങ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ. 22 വയസ്സ് മാത്രമൊക്കെ പ്രായമുള്ള പ്ലെയറാണ്. കഴിഞ്ഞ 2 സീസണായിട്ട് ചെന്നൈയിൻ എഫ് സിയിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് വരുന്നൊരു താരമാണ് ജിതേശ്വർ എന്നുള്ളത്. അപ്പം ഇദ്ദേഹത്തിന് ഓൾറെഡി കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പം ചെന്നൈയിൻ എഫ് സി സെയിൽ ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അപ്പം മൾട്ടിപ്പിൾ ക്ലബ്സൊക്കെ ഇദ്ദേഹത്തിനായിട്ട് രംഗത്തുണ്ട്. എന്നാൽ ഈസ്റ്റ് ബംഗാളാണ് ഇപ്പോൾ ഈ റേസിൽ മുന്നിൽ ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ 90 സ്റ്റോപ്പേജിൻ്റെയൊക്കെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ ഒരു നല്ല റിക്രൂട്ട്മെൻറ്റ് തന്നെയായിരിക്കും ഇത്. മിക്കവാറും ഒരു നല്ല ഫീ ഒക്കെ കിട്ടാനും ചെന്നൈയിൻ എഫ് സിക്ക് ഈ ഒരു ഇനത്തിൽ കിട്ടാനുള്ള സാധ്യതകളുമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ റോബിൻസൺ സിംഗ് എന്ന് പറഞ്ഞിട്ട് ട്രാവൽ കളിക്കുന്ന ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഐ ലീഗ് പെർഫോം ചെയ്തിട്ടുള്ള താരങ്ങളുടെ ഒരു വീഡിയോ ചെയ്തപ്പം പറഞ്ഞതാണ്. അപ്പം അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ISL ക്ലബ്സിൻ്റെ നിന്ന് ഓഫർ ഉണ്ട് എന്നുള്ളതാണ്. സ്ട്രൈക്കറായിട്ടുള്ളൊരു താരം 4 ഗോളും 3 അസിസ്റ്റും ഈ ഒരു സീസണിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു. സോ അവർ ട്രാവു റെലഗേറ്റ് ആയി പോയി. അപ്പോൾ ഒരു സ്ട്രൈക്കറാണ്, നല്ല പൊട്ടൻഷ്യൽ കാണിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഇദ്ദേഹം എന്നുള്ളതാണ്. അപ്പം നിലവിൽ രംഗത്തുള്ള ക്ലബ്ബുകളെന്ന നിലയിൽ പറയപ്പെടുന്നത് 90 സ്റ്റോപ്പേജിൻ്റെ റിപ്പോർട്ട് പ്രകാരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, മുഹമ്മദൻ, ജംഷഡ്പൂർ എഫ് സി എന്നിവരാണ് രംഗത്തുള്ളത്. മുഹമ്മദൻ നമുക്കറിയാം ഇത്തവണ പ്രൊമോട്ടായിട്ട് വരുന്ന ടീമാണ്. അപ്പം 3 പേരും റേസിലുണ്ട്. ഒരു 21 വയസ്സേ ഉള്ളൂ. ഒരു നല്ല ടാലൻ്റ് എന്ന നിലയിൽ തന്നെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പ്രത്യേകിച്ച് സ്ട്രൈക്കർ കൂടിയാണല്ലോ. അപ്പം ഒരു ISL ക്ലബ്ബിൽ വരുമ്പോൾ എങ്ങനെ കളിക്കും എന്നുള്ളത് നോക്കി കാണുന്നതാണ്. സോ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പം KBFC ഒരു നോക്കി കാണേണ്ട ഒരു പ്ലെയർ എന്ന നിലയിൽ പറഞ്ഞിരുന്നൊരു പ്ലെയർ കൂടിയായിരുന്നു ഇദ്ദേഹം. സോ ബാക്കി ഈ 3 ക്ലബ്ബുകൾ രംഗത്തുണ്ട് എന്നുള്ളതാണ് ഈ നിലവിലത്തെ റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ. അപ്പം ഇതൊക്കെയാണ് നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളുടെ ഉറപ്പായും കമ്പോസ് കാണിക്കാനുള്ള സനിയ.